കുറേ ദിവസമായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കണു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ ഒന്ന് പുറത്തിറങ്ങണ ജിമ്മിന് വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കൊളാബിനുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ മോഡലായിട്ട് നിധിയുണ്ട്. സോ നമുക്ക് ക്യാമറ പിടിക്കാൻ ആരെങ്കിലും വേണം. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ആരാണ് നമ്മളെ ക്യാമറമാന്? ആരാണ്? പിന്നെ നമ്മൾ മംഗളം വന്ന് ഓട്ടോ ഇറങ്ങി. അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ടാണ് കേട്ടോ പോണത് പെരിന്തമണ്ണക്ക്. മാടിപ്പുറമൊക്കെ എത്തി ബ്ലോക്ക് ആയ സമയത്തുണ്ട് ഒരു ആക്സിഡന്റ് ആയ കാറിന് കൊണ്ടുപോകണം കേട്ടോ. എനിക്ക് ഈ എയർ ബാഗ് എവിടുന്ന വരിക എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ ക്ലിയർ ആയി. പക്ഷെ പ്രശ്നം ഇപ്പോൾ അതൊന്നുമല്ല. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബട്ട് ആ ടൈമിൽ എൻ്റെ ഗൂഗിൾ പേ വർക്ക് ആവണില്ല. ഞാനാണെങ്കിൽ കയ്യിൽ ക്യാഷ് വെക്കാറേ ഇല്ലാത്ത ആളാണ്. ഞാൻ ആകെ ഒരു 200 രൂപ എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ക്യാഷ് ഇല്ലെങ്കിലും ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി കുറച്ച് ട്രയൽ പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയിട്ടോ. നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ വരികയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടാവും. എനിക്ക് ജിമ്മിനിടാനുള്ള ഡ്രസ്സൊക്കെ നോക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. ബട്ട് ഗൂഗിൾ പേന് ചതിച്ചു ഗൈസ്. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സോടോ ക്യാഷ് ഉണ്ടോ ചോദിച്ചിരുന്നു. ആരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ട് ഇട്ടുകൊടുത്തിട്ട് കൈക്ക് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് ഇട്ടു. ഞാൻ അവിടെ ഉള്ള ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് അത് കൈക്ക് മേടിച്ചിട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ നമ്മൾ എന്ത് മേടിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഇവർക്ക് വിശക്കുണ്ട്, സോ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ. ഞാൻ എന്താ അവിടെ ഒരു ഓഫറിലുണ്ട ഒരു ബിരിയാണി ബൗളോ അങ്ങനെ എന്തൊരു സംഭവം. ഓൾ ഇതേപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. അവൾ അവിടുത്തെ സ്പെഷ്യൽ ചിക്കനൊക്കെ നോക്കി മേടിച്ചു. ബട്ട് ആദ്യത്തെ ചിക്കനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. റൈസ് സെയിം ആയിരുന്നു. ബട്ട് ഇൻ്റെതൊരു ഒന്നും കൂടെ ഹണി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇവൾക്ക് ഉഷാറിച്ചിട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുള്ള മൈൻഡാണ്. നമ്മൾ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ഇവിടെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ കൊളാബിലുള്ള ഡ്രസ്സ് മാറ്റണം. ആ ടൈമിൽ ഞാൻ ഡ്രസ്സിങ് റൂമിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടാണ് ആ ഒരു ബ്ലൂ ടോപ്പ്. പിന്നെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. നമ്മൾ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കടയിൽ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം. വെയിലാണ്, ഒരു ഉച്ച ടൈമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് അവിടെ തന്നെ ഇരിക്കുന്നത്. എന്താ ഇവിടെ ഉണ്ടായത്? ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പോണോ? ഞങ്ങളെ ബാഗ് കുറിക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാലും ഇവൾക്ക് തന്നെ ബാഗ് എടുക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഷോൾഡറൊക്കെ വേദനയായി തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കൂടുതൽ നേരം അവിടെ ഇരുന്നാൽ നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവുമല്ലോ. സോ നമ്മൾ വേഗം പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ നെസ്റ്റോ പോയി. നെസ്റ്റോയിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മേടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ബട്ട് എൻ്റെ ഗൂഗിൾ പേ വർക്ക് ആവില്ലല്ലോ. എനിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ. ബട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കാതെ. ഇപ്പോൾ ഞാൻ മേടിക്കഴിഞ്ഞത് ഗൂഗിൾ പേ വർക്ക് ആവാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിലും പോയി മേടിച്ചിരുന്നു. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളെ മേടിക്കാൻ പറ്റുള്ളൂ. വലിയ സാധനം മേടിക്കാനുള്ള ക്യാഷ് ഇല്ല. സോ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി. അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫോൺ ഓഫായി. സോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.